ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പം നന്ദി ഹിൽസ് പോകുന്നൊരു വ്ളോഗാണ്. അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് തലേദിവസം തന്നെ ക്യാബൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂബർ വഴിയിട്ടാണ് ക്യാബ് ബുക്ക് ചെയ്ത് ഇൻ്റർസിറ്റി ആയിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഏകദേശം ഒരു 2:30-3 മണി ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏർലി മോർണിംഗ് ആണ് പോകുന്നതെന്ന് വെച്ചാൽ റോഡിൽ അങ്ങനെ ട്രാഫിക്കിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ട്രാഫിക് തന്നെ ഉണ്ടായിരുന്നു. പോരാത്തിന് നമ്മളൊരു ദിവാലി ഡേയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണോന്ന് അറിയില്ല, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഈ ഒരു ബ്ലോക്ക് നന്ദി ഹിൽസിൻ്റെ ഗേറ്റ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെയാണ്. രാവിലെ 5:30 ആകുമ്പോഴാണ് അവിടെ ഗേറ്റ് തുറക്കുക. പക്ഷേ അതിന് ഒത്തിരി മുന്നേ തന്നെ ചിലപ്പോൾ തലേദിവസം തന്നെ ചില ആൾക്കാരൊക്കെ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾക്കും ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അതിനും എത്രയോ മുന്നേ ആൾക്കാർ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ക്രൗഡ് കാണുമ്പോൾ തന്നെ മുകളിലോട്ട് എന്തോരം തിരക്കുണ്ടാവും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പയ്യെ നമ്മുടെ വണ്ടിയൊക്കെ മൂവ് ചെയ്ത് തുടങ്ങും. നല്ല റോഡായിരുന്നു, നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡൊക്കെ തന്നെയായിരുന്നു. 2 സൈഡിലും മരങ്ങളും പിന്നെ രാവിലെ തന്നെ ഒരു ഫോഗൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കൂടുതൽ ആൾക്കാരും ബൈക്കിലാണ് വരുന്നത് അവിടേക്ക്. മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് നമുക്ക് കുറച്ചും കൂടി അകത്തോട്ട് പോകാനുണ്ട്, നന്ദി ഹിൽസിൻ്റെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് വേണ്ടിയിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്ത് അവിടെ എത്തുള്ളൂ. നമ്മൾ അവിടേക്ക് എത്തുമ്പോഴത്തേനും ഏകദേശം ഒരു സണ്ണൊക്കെ ഒന്ന് പയ്യെ ഉദിച്ച് ചെറിയ ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും സൈഡിലുള്ള മരങ്ങളും ആ ഫോഗും എല്ലാമായിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. ഫൈനലി നമ്മൾ മെയിൻ ഗേറ്റും അതുപോലെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴത്തേനും ഭയങ്കര തിരക്കായിരുന്നു. അവിടെ 3-4 ടിക്കറ്റ് കൗണ്ടേഴ്സാണ് ഉള്ളത്. അവിടെ തന്നെ നല്ല ലോങ് ക്യൂ ആണ്. പിന്നെ ക്യൂവിൽ നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ പോയാലും ഒരു അരമണിക്കൂറൊക്കെ ക്യൂവിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് ക്രൗഡാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്ന ടൈമിൽ തന്നെ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും അല്ലെങ്കിൽ ട്രാവലർ ബസ്സൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ വന്നിറങ്ങുമായിരുന്നു. അതുപോലെ അവിടെ ഓൾറെഡി എത്തിയിട്ടുള്ള ഒത്തിരി ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. മേ ബി ഞങ്ങൾ പോയതൊരു സൺഡേ ആണ്, അതുപോലെ ദിവാലി വീക്കും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ലോങ് വീക്കെൻഡ് കിട്ടേണ്ടത് കൊണ്ടായിരിക്കും ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ. ഹൈക്കിങ് തുടങ്ങി. നമ്മളവിടെ പോകുന്ന വഴിക്ക് ജസ്റ്റ് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ പാർക്ക് ചെയ്തേക്കുന്ന വണ്ടികൾ കാണാൻ പറ്റും. ഒത്തിരി ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ ഒരു ഗ്രൗണ്ട് മാത്രമല്ല, വേറെ പല സ്ഥലത്തും ആൾക്കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയെല്ലാം നല്ല രസമായിട്ട് 2 സൈഡിലും ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട് പിന്നെ ചെറിയ ഫോഗൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കൊരു എന്താ പറയുക, ഒരു വണ്ടർലാൻഡിലൊക്കെ പോയി നിൽക്കുന്ന ആ ഒരു ഫീലാണ് ഉണ്ടാവുക. നല്ല രസം, നല്ല ക്ലൈമറ്റും കൂടെ ആയിരുന്നു. നമുക്ക് ഒട്ടും ടയേർഡ് ആവത്തില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കും അവർ കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ പോയി റെസ്റ്റ് ചെയ്യാം. നല്ല ഫോഗൊക്കെ ഉള്ള ക്ലൈമറ്റിൽ ഈ ഒരു ബെഞ്ചിലേക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേനും നല്ല രസമാണ്. അതുപോലെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് അവർ ഒരു ട്രീ ഹൗസ് ഒക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല രസമുള്ള ട്രീ ഹൗസ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലം പോലെ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ഭംഗിയാണ്. അത് കുറച്ച് ലെങ്ത്തിലുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് അതിൽ കൂടെയൊക്കെ കണ്ട് അപ്പുറത്ത് ഇറങ്ങി പിന്നെ ബാക്കി നമ്മുടെ ഹൈക്കിങ് കണ്ടിന്യൂ ചെയ്തു പോകാം. ആ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമായിട്ടത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ മുകളിലെത്തി കഴിയുമ്പോഴുള്ള വ്യൂ അത് പറയേ വേണ്ടല്ലോ, അത്ര അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഞങ്ങൾ പോയപ്പോൾ കൂടുതൽ ഫോഗാണ് ഉണ്ടായിരുന്നത്. സോ നമുക്ക് ക്ലൗഡ് ബെഡ് ഫസ്റ്റ് വിസിബിൾ ആയിരുന്നില്ല. നമുക്ക് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഫസ്റ്റ്. പക്ഷേ ആ ഒരു ക്ലൈമറ്റും ഫോഗും എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. ക്ലൗഡ് ബെഡ് ഉദ്ദേശിച്ച് പോയിട്ട് അത് കാണാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ക്ലൗഡ് ബെഡും കാണാൻ പറ്റി. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല സൺറൈസൊക്കെ കാണാൻ വേണ്ടി അവർ സ്പെഷ്യലായിട്ട് കുറച്ച് പൊക്കത്തിലായിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ കയറി ഇന്ന് സൺറൈസൊക്കെ കാണാൻ പറ്റും. ഈ ക്ലൗഡ് ബെഡൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു സ്ഥലത്താണെങ്കിലും പിന്നെ ഓരോ വ്യൂ പോയിൻറ്റ്സിലും എന്തോരം തിരക്കുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
പറയേണ്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ കുറേ സ്ഥലത്ത് ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി സ്പോട്ടുകൾ നോക്കിയിട്ടാണ് ഇവർ ബെഞ്ച് ഇട്ടേക്കുന്നത്. അതായത് നമുക്ക് നല്ല വ്യൂ കിട്ടുക, നല്ല ഫോട്ടോസ് എടുക്കുക, ആ ഒരു രീതിക്ക് പറഞ്ഞറിഞ്ഞ് ബെഞ്ചിട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ നല്ല രസമാട്ടോ. ശരിക്കും നമുക്ക് അവിടെയുള്ള ഏതെങ്കിലും ഒരു ബെഞ്ച് പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ പോലും തോന്നത്തില്ല. ഒത്തിരി ഫോട്ടോസ് എടുക്കാൻ പറ്റും. അങ്ങ് ഇരുന്ന് ആ ഒരു ക്ലൗഡും അവിടുത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് ശരിക്കും അങ്ങനെ ഇരിക്കാൻ തോന്നും. പിന്നെ എടുത്ത് പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു അമ്പലത്തിനെ പറ്റിയിട്ടാണ്. ഭയങ്കര കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറുള്ള അമ്പലമാണ്. ഞാൻ പണ്ട് പോയിട്ടുള്ളതാണ്, ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറിയില്ല. ഇത്തവണ പോയപ്പം നല്ല രസമുള്ള അമ്പലമാണ്. അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ 2 പാർട്ടായിട്ടാണുള്ളത്. അപ്പോൾ ഈ 2 പാർട്ടിലും ഒരു പാർട്ടിൽ നമുക്ക് അവിടെ പൂജ നടക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയായിരുന്നു ആ സമയത്ത്. പിന്നെ ഇത് നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് അവിടെ ഉള്ള പാർക്കിങ്ങിൽ വന്ന വണ്ടികളാണ്. നമ്മൾ പോയ സമയത്തിനൊക്കെ ഇരട്ടി വണ്ടികളായി തിരിച്ചു വന്ന സമയത്ത് പാർക്കിങ്ങിൽ. പോയ വഴിക്കടെ അല്ല തിരിച്ചു വന്നത്, വേറൊരു വഴിക്കടെയായിരുന്നു. നല്ല രസമുള്ള വഴിയായിരുന്നു. നിറച്ച് പൂക്കളും ഗാർഡൻ പോലത്തെ ഒരു ഏരിയയൊക്കെ വെച്ചിട്ട് നല്ല രസമുള്ള വഴിയായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് അവിടെ ഒരു കുളവും നിറച്ച് മീനുകളും അങ്ങനെയൊക്കെ കാണാൻ പറ്റിയിരുന്നു. മൊത്തത്തിൽ പറയാൻ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഒരു കമൻറ്റും ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.